സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് മലപ്പുറത്ത് ഉജ്ജ്വല വരവേൽപ്പ്. 5000-ലധികം വരുന്ന മദ്രസ അധ്യാപകർ മലപ്പുറം കുന്നുമ്മലിൽ നിന്നും പ്രകടനമായി മച്ചിങ്ങലിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സ്വീകരണ സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ നിഷേധത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ന്യൂനപക്ഷ ദളിത് ഐക്യം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ കാര്യത്തിൽ സമസ്ത എന്നും ജാഗ്രതയോടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴും പറയുവാൻ സാധിക്കും. പുതിയ കാലഘട്ടത്തിലും വലിയ ന്യൂനപക്ഷ വിദ്യാഭ്യാസവും ന്യൂനപക്ഷ സമൂഹത്തിന്റെ സാംസ്കാരിക മുന്നേറ്റവും അതിന് തക്കതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, മാർഗദർശനങ്ങൾ, ഉപദേശങ്ങൾ ഇതൊക്കെ തന്നെ സംസ്ഥ തുടർന്നും നമുക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുണ്ട്. 100ാം വാർഷികത്തിലൂടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 100 പ്രകാശ വർഷങ്ങളാണ്, വെറും 100 വർഷമല്ല. സംസ്ഥ ആഘോഷിക്കുന്നത് 100 പ്രകാശ വർഷങ്ങളാണ്. അത് എണ്ണാൻ കഴിയുമെങ്കിൽ എന്നെ നോക്കിക്കോളൂ. കോണോപാറയിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും ദഫ്, സ്കൌട്ട്, അറബനമുട്ട് സംഘങ്ങളുടെയും അകമ്പടിയോടെ കാൽനടയായി സമാപന നഗരിയിലേക്ക് അനയിച്ചു. സമസ്ത ജില്ലാ പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ ജാഥ നായകന് ഉപഹാരം സമർപ്പിച്ചു. ഏലംകുളം ബാപ്പു മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ് MP, PP സുനീർ MP എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ കോർഡിനേറ്റർ നിയാസ് അലി ശിഹാബ് തങ്ങൾ ആമുഖ ഭാഷണം നടത്തി. ഫഹ്റുദ്ദീൻ ഹസ്നി തങ്ങൾ കണ്ണന്തളി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഇബ്രാഹിം ഫൈസി പേരാൽ എന്നിവർ വിഷയാവതരണം നടത്തി. ജാഥ ഉപനായകരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഡയറക്ടർ K ഉമ്മർ ഫൈസി മുക്കം, കോർഡിനേറ്റർ അബ്ദുസലാം ഭാഗവി വടക്കേക്കാട്, മുനവർ അലി ശിഹാബ് തങ്ങൾ, P ഉബൈദുള്ള MLA, TV ഇബ്രാഹിം MLA, UA ലത്തീഫ് MLA, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അബ്ദുസമദ് പൂക്കോട്ടൂർ, സത്താർ പന്തല്ലൂർ, സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.